അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് ഇംഗ്ലീഷ് എങ്ങനെ നല്ലോണം സംസാരിക്കാൻ പറ്റും അല്ലേ? ഹൗ ടു ഇംപ്രൂവ് യുവർ സ്പോക്കൺ ഇംഗ്ലീഷ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ചെറിയ എക്സാമ്പിൾ. ഇമാജിൻ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി സിനിമയിൽ അഭിനയിക്കാൻ. അതായത് രജനീകാന്ത്, മോഹൻലാൽ, മമ്മൂട്ടി അങ്ങനെ വമ്പൻ താരനിരകൾ അഭിനയിക്കുന്ന ഒരു മൂവിയിലെ ഒരു പാർട്ടാവാൻ അത്യാവശ്യം ഒരു 4-5 സീൻസൊക്കെ ഉണ്ട്. യു ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ഓഡിഷനൊക്കെ നിങ്ങൾ നല്ല രസമായിട്ട് ചെയ്തു. എന്നിട്ട് അവർ നിങ്ങളോട് പറഞ്ഞു, ഇതിനു വേണ്ടി നിങ്ങൾ മറാത്തി പഠിക്കണം. ബിക്കോസ് നിങ്ങളുടെ ക്യാരക്ടർ ഒരു മറാത്തി സ്പീക്കിംഗ് ക്യാരക്ടറാണ്. നിങ്ങൾ ചത്ത് മരിച്ച് പഠിക്കില്ലേ? മറാത്തിയോ തുളുവോ കന്നഡയോ തെലുങ്കോ എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്യും. ബിക്കോസ് ദിസ് ഇസ് എൻ ഓപ്പർച്യൂണിറ്റി ഓഫ് എ ലൈഫ് ടൈം. യു ആർ ഗോയിങ് ടു ബി ഇൻ എ മൂവി വിത്ത് മേജർ സ്റ്റാർസ്. കഷ്ടപ്പെടില്ലേ? ഒരു സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് 10 കിലോ കൂട്ടാനോ 10 കിലോ കുറയ്ക്കാനോ റെഡിയല്ലേ? ആ ഒരു ഇൻട്രസ്റ്റ് ഇംഗ്ലീഷ് സംസാരിക്കാൻ എന്താ കാണിക്കാത്തത്? ദറ്റ്സ് ഓൾ ഐ വോണ്ട് ടു സേ. ഫസ്റ്റ് നിങ്ങൾക്കൊരു അവയർനെസ് വേണം. സി യു ക്യാൻ ഡു ഇറ്റ് ആൻഡ് റെസ്റ്റ് ഇസ് അപ് ടു യു. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് ഗ്രീക്കും ലാറ്റിനും ഒന്നുമല്ല, നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരാളെ കാണുമ്പോൾ എന്താ എന്താ എന്ന് ചോദിക്കുന്ന സമയത്ത് ഹായ് ഹൗ ആർ യു, ഹായ് ഹൗ ആർ യു എന്ന് തപ്പിയെടുത്ത് പറയുമ്പോഴേക്കും ഇത്തിരി ബോറാവും. ഇനി ഹായ് ഹൗ ആർ യു എന്നുള്ള ഒരു സംഭവം അത് ലൈറ്റായിട്ട് എടുക്കണ്ട. ഹായ് ഹൗ ആർ യു ആദ്യം നിങ്ങൾ പറയുമ്പോൾ ഹായ് ഹൗ ആർ യു. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ബെന്നീനെ കാണുകയാണെങ്കിൽ നിങ്ങൾ പറയും ഹായ് ബെന്നി ഹൗ ആർ യു. കുറേ കഴിയുമ്പോഴേക്കും വെൻ യു യൂസ് ടു ഇറ്റ് യു സേ ഹായ് ബെന്നി ഹൗ ആർ യു. കുറേ കഴിയുമ്പോൾ നിങ്ങൾ അതിൻ്റേതായ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. ബെന്നി ഹൗ ആർ യു, ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യില്ലേ? സോ ഓൾ ദിസ് കംസ് ഫ്രം പ്രാക്ടീസ്. സ്പോക്കൺ ഇംഗ്ലീഷ് റെഡിയാക്കി തരാം 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ശരി, അവർ റെഡിയാക്കി തരായിരിക്കാം. ഞാൻ ആർക്കും എഗൻസ്റ്റ് ഒന്നും അല്ല. 12 വർഷം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് ഇവർ 2-3 വർഷം കൊണ്ട് ശരിയാക്കി തരും. ആൻഡ് ഇവർ ചെയ്യുന്നത് എന്താ? നമ്മൾക്ക് ആ ബേസിക് ഗ്രാമർ പഠിപ്പിച്ചു തരും, ഫോണറ്റിക്സ് പഠിപ്പിച്ചു തരും. പിന്നെ അവർ പറയുന്ന ഒരു കാര്യമാണ് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ രാവിലെ തൊട്ട് ഉച്ച വരെ എൻ്റെ ഇംഗ്ലീഷ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ഇംഗ്ലീഷേ സംസാരിക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഹൗ വിൽ യു പ്രാക്ടീസ്? നിങ്ങൾ ഡാൻസും പാട്ടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളിപ്പോൾ ഒരു ഡാൻസ് കൊറിയോഗ്രാഫി പഠിച്ചു, നിങ്ങളുടെ മാസ്റ്റർ നിങ്ങൾ പഠിപ്പിച്ചു തന്നു. നിങ്ങളത് നല്ലോണം പ്രാക്ടീസ് ചെയ്യാണ്ട് എങ്ങനെ അത് പെർഫെക്റ്റ് ആവും? ഈ സ്റ്റെപ്പ് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പ്രാക്ടീസ് ചെയ്യൂലേ? കാരണം നിങ്ങൾക്കറിയാം ഇത് സ്റ്റേജിൽ പെർഫോം ചെയ്യാനുണ്ടാകും. സിമിലർലി ഫോർ എ സോങ് യു നോ ദാറ്റ് ദ മോർ യു പ്രാക്ടീസ്, നല്ലോണം നിങ്ങൾ പാടി തെളിഞ്ഞാൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. കാരണം ഇത് പെർഫോം ചെയ്യേണ്ട ഒരു സംഭവമാണെന്ന് നിങ്ങൾക്കറിയാം. ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷിലും കൊടുത്താൽ മതി. എനിക്കൊരു നല്ല ഭാവി, അല്ലെങ്കിൽ എനിക്ക് നല്ലോണം സംസാരിക്കാൻ, അല്ലെങ്കിൽ ഞാൻ പോകുന്ന ഒരു കോർപ്പറേറ്റ് ടൈപ്പ് ഓഫ് അറ്റ്മോസ്ഫിയർ ആണ്, അവിടെ എനിക്ക് നല്ലോണം സംസാരിക്കാൻ ഇംഗ്ലീഷ് അനിവാര്യമാണ്. സോ ഐ ഹാവ് ടു പ്രാക്ടീസ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ? യു ക്യാൻ. ദർ ഇസ് നത്തിങ് ദറ്റ് യു കനോട്ട്. എൻ്റെ ഒരു കസിൻ തൃശ്ശൂർക്കാരനാണ്. എന്തേ ചെയ്യേ എന്തുട്ടാ എന്ന് പറഞ്ഞ ആളിപ്പോൾ ദുബായിലാണ്, കുറേ വർഷമായിട്ട് ദുബായിലാണ്. അവിടെ ഒരു സായിപ്പിൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. സായിപ്പിൻ്റെ കമ്പനി എന്ന് പറയുമ്പോൾ അവിടെയുള്ളതൊക്കെ ഫോറിനേഴ്സ് അല്ല, പലതരം ആൾക്കാരാണ്. ബട്ട് ബേസിക് മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഇംഗ്ലീഷ്. അവൻ നല്ലോണം കഷ്ടപ്പെട്ട് ഇപ്പോൾ എന്താ ചെയ്യേ എന്ന് ചോദിച്ച പയ്യൻ ഇപ്പോൾ 8 വർഷം കഴിഞ്ഞ ഹേയ് ചേച്ചി വാട്ട്സ്ആപ്പ് വിത്ത് സോ മച്ച് ഓഫ് ആറ്റിറ്റ്യൂഡ്. സോ പ്രാക്ടീസ് ചെയ്യാതെ പറ്റാത്തതൊന്നുമില്ല. ബേസിക് ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാം അവിടുത്തെ ഉണ്ട്. ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. സെൽഫ് ഇൻട്രൊഡക്ഷൻ, ഇൻ്റർവ്യൂ സെഷൻസ്, ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം യൂട്യൂബിൽ പല വീഡിയോസിലുണ്ട്. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ എന്നോടൊരു വാക്ക് പറ, പക്ഷെ എന്നോട് ഡയറക്റ്റ്ലി മെസ്സേജ് ചെയ്യണം. ഞാൻ എൻ്റെ ചാനലിൽ ഇട്ട് തരാം ഫ്രീ. നിങ്ങൾ കാശ് തരണ്ട, സബ്സ്ക്രൈബ് ചെയ്താൽ മതി, അതിലുണ്ടാവും. പക്ഷെ എന്നോട് പറയണം. ഒരുപാട് ലക്ഷം പേരുടെ വീഡിയോയിൽ എൻ്റെ വീഡിയോ ഒന്ന്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് തന്നത് ചെറിയൊരു മോട്ടിവേഷനാണ്. അനാവശ്യമായിട്ട് കുറേ കാശ് ചിലവാക്കി സ്പോക്കൺ ഇംഗ്ലീഷ് എന്നും പറഞ്ഞ് നടക്കണ്ട. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ പലതരം ആപ്പുകളുണ്ട്, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആപ്പ്, വിച്ച് ഇസ് ഗുഡ്. അതായത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ കൂടെ സംസാരിക്കാൻ ആളെ കിട്ടിയില്ലെങ്കിൽ ഈ ആപ്പുകളൊക്കെ നല്ലതാണ്. പക്ഷേ ജീവിതകാലം മുഴുവൻ ഒരു ആപ്പ് നിങ്ങളോട് സംസാരിക്കില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ആപ്പ് നിങ്ങളോട് ചോദിക്കായിരിക്കും ഹായ് ഹൗ ആർ യു, വാട്ട്സ്ആപ്പ്, അങ്ങനെയൊക്കെ. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ഒരു വഴി കൂടെ പോകുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിൽക്കുമ്പോഴോ ഒരു പെൺകുട്ടി വന്ന് നിങ്ങളോട് ചോദിക്കുകയാണ് എക്സ്ക്യൂസ് മീ വിച്ച് ഇസ് വേ ടു ദ വാഷ്റൂം. അപ്പോൾ നിങ്ങൾ ബ്ല 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 ആപ്പ് എവിടെ ചാറ്റ് GPT എവിടെ? ഇതൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, സോ ഇപ്പോൾ AI വന്നു, ചാറ്റ് GPT വന്നു. ഇപ്പോൾ ആർക്കും വായിക്കാനും മിണ്ടാനും നോക്കാനും ഒന്നും നേരെയില്ല. ആർക്കും ആരെയും വേണ്ട. മെറ്റ AI ഒക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തിനൊരു കൂട്ട് എന്നുള്ളൊരു ഇതാണ്. പക്ഷേ ഐ എം ജസ്റ്റ് ടെല്ലിങ് യു, ജസ്റ്റ് ഡു ദിസ്. ഓക്കെ, സ്പോക്കൺ ഇംഗ്ലീഷ് നിങ്ങളെ കൊണ്ട് പറ്റും. കാരണം നിങ്ങൾ 10-12 അതിൻ്റെ ഇരട്ടി വർഷം പഠിച്ചതാണ്. ഒള്ളി തിങ് നിങ്ങൾക്ക് സംസാരിച്ച് അത്ര ആ ഫ്ലുവൻസി പോരാ, അത്രയേ ഉള്ളൂ. നമ്മൾ സൗത്ത് ഇന്ത്യൻസ് നോർത്ത് ഇന്ത്യൻസ് തമ്മിൽ അങ്ങനെ ഒരു വലിയ വ്യത്യാസമുണ്ട് കേട്ടോ. എസ്പെഷ്യലി നമ്മൾ മലയാളീസിന് ഭയങ്കര ചമ്മലാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ. പക്ഷേ നേരെ മറിച്ച് നോർത്ത് ഇന്ത്യൻസിനെ നോക്ക്, അവരൊരു ചമ്മലും ഇല്ലാണ്ട് പറയും. ചിലപ്പോൾ അവർ പറയുന്നത് ശുദ്ധ മണ്ടത്തരമായിരിക്കും, ഫുൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും, പ്രൊണൗൺസിയേഷൻ ഒക്കെ തെറ്റായിരിക്കും. പക്ഷേ അവരങ്ങ് പറയും. നമുക്ക് സങ്കോചമാണ്, നമ്മൾ കളിയാക്കുമോ എന്നുള്ളൊരിത്. ആ ഒരു സങ്കോചം വിടുക, പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടാക്കുക, നമുക്ക് ശ്രമിക്കുക, നിങ്ങളെ കൊണ്ട് പറ്റും. പിന്നെ ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് 1 മാസം കൊണ്ട് ഉണ്ടാക്കുന്നതൊന്നല്ല.
അത് കുറേ വർഷം പിടിക്കും. വി ഒബ്സർവ് അതേഴ്സ്, വി ട്രൈ ടു മേക്ക് സം ചേഞ്ചസ്. നമ്മൾക്ക് കുറേ ചേഞ്ചസ് ഉണ്ടാക്കാൻ സമയം പിടിക്കും. ഇപ്പോൾ എനിക്കൊരു 10 കിലോ കുറയണമെന്നുണ്ടെങ്കിൽ നാളെ തന്നെ പറ്റില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. പിന്നെ എൻ്റെ ഇൻട്രസ്റ്റും എൻ്റെ എഫേർട്ടും പോലെ ഇരിക്കും. അതുപോലെ തന്നെയാണ് സ്പോക്കൺ ഇംഗ്ലീഷ്. അത് കാര്യം റോക്കറ്റ് സയൻസ് ഒന്നുമില്ല, ഭയങ്കര സിമ്പിളാണ്. ഒന്ന് മനസ്സ് വെക്കണം എന്നേ ഉള്ളൂ. അത് നിങ്ങളെ കൊണ്ട് പറ്റും. സോഫ്റ്റ് സ്കിൽസ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടോ, നിങ്ങൾക്ക് വീഡിയോ വേണോ, ജസ്റ്റ് ഡയറക്റ്റ്ലി മെസ്സേജ് മീ. എൻ്റെ ചാനലിൽ ഞാൻ ഇട്ട് തരാം നിങ്ങൾ ബേസിക് ആയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന്. ഫ്രീ ആണ്. ജസ്റ്റ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ഇതിന് ആപ്പും കാര്യങ്ങളൊന്നും വേണ്ട. ഓക്കെ, സോ all the best. English is just a language. Don't be scared of it. It's a nice language. Let's all master it. Good luck.